വൈകുന്നേരത്തെ ചായക്ക് എണ്ണക്കടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ എനിക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കി കഴിച്ചാല് ശരിയാവില്ല, ഒരുപാട് കഴിക്കുമല്ലോ കരുതിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങിയിട്ട് തന്നെ കഴിക്കാറ് കേട്ടോ. ഇപ്പൊ ഇന്ന് ഉണ്ടാക്കി വെക്കാൻ കരുതിയിട്ട് ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഉഴുന്ന് അരച്ച് വെച്ചിട്ട് രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തു, പിന്നെ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഒക്കെ പാകത്തിനിട്ട് നമുക്ക് എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഏകദേശം പിടി കിട്ടുമല്ലോ. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുത്ത് അരിഞ്ഞിട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി പൗഡറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കാശ്മീരി ആയാലും നല്ല എരിവ് ഉണ്ടാവില്ല, പക്ഷെ കളർ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഞാനിത് നല്ലോണം കുഴച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് വീണ്ടും അതെടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടായ നമ്മൾ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഈ മാവ് നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഇത് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പം പറയാൻ പറ്റൂല, എങ്ങനെയായാലും നമുക്ക് ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും, അതെനിക്ക് ഉറപ്പാട്ടോ. ഷേപ്പിലൊന്നും കാര്യമില്ലെന്നേ, നമുക്ക് രുചിയിലല്ലേ കാര്യം. അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെ, വിചാരിച്ച പോലെ അല്ല കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ഇവിടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക, ചൂടായിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാം. അപ്പൊ ഇതാ ഇന്നത്തെ ഈ ഉള്ളിവട വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാ ഈ ഉഴുന്നുവടയും അതിലേക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.